ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ പോരാട്ടത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളൂരു എഫ്സിയെ നേരിടുകയാണ്. വൈകിട്ട് 7 മണിക്കാണ് മത്സരം അരങ്ങേറുക. ഡ്യൂറൻ കപ്പിൽ ഇതുവരെ സെമി കാണാത്ത ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിച്ചാൽ ചരിത്രം കുറിച്ചേക്കും. നിലവിൽ മികച്ച ഫോമിലുള്ള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ നോഹും പെപ്രയും ബ്ലാസ്റ്റേഴ്സിനെ മുന്നേറ്റത്തിൽ നിന്നും നയിക്കും. ഒപ്പം ലൂണയും അറ്റാക്കിങ്ങിന് മൂർച്ച കൂട്ടും. കൂടെ ബ്ലാസ്റ്റേഴ്സ് മധ്യനിര താരം വിപിനും ഡിഫൻസിന് കരുത്ത് പകരാൻ വിദേശ താരം കോഫും പ്രബീറും ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിന് അത്ഭുതം കാണിച്ച് ഇത്തവണയെങ്കിലും ഒരു കിരീട സാധ്യത നിലനിർത്താൻ കഴിയുമോ എന്ന് കണ്ടറിയാം. മറുവശത്ത് ബംഗളൂരു എഫ്സി ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇപ്പോഴും സൈനിങ് പൂർത്തിയാക്കാത്ത ടീമല്ല. എല്ലാ സൈനിങ്ങും പൂർത്തിയാക്കി മികച്ച ട്രെയിനിങ്ങും കഴിഞ്ഞ് എന്തിനും തയ്യാറായി വരുന്നവരാണ് അവർ. ജറഗോസയുടെ കീഴിൽ ആൽബർട്ടോ നെഗുവേര, ഡയസ്, രാഹുൽ ബേക്കെ തുടങ്ങിയ പുതിയ അഡീഷനുകൾ അവരെ പവർഫുൾ ആക്കിയിട്ടുണ്ട്. സോ അവരെ പിടിച്ചു നിർത്താനായാൽ ബ്ലാസ്റ്റേഴ്സിന് ഈ ടീം വെച്ച് ISL-ലും എന്തെങ്കിലും ചെയ്യാനാകും. ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ 11 പരിശോധിക്കുമ്പോൾ 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിൻ മടങ്ങിയെത്തിയെങ്കിലും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ മികച്ച ഫോമിൽ കളിച്ച സോംകുമാർ തന്നെയായിരിക്കും ഇന്നും ബ്ലാസ്റ്റേഴ്സിന്റെ വലകാക്കുക. ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി സഹീഫും റൈറ്റ് ബാക്കായി കഴിഞ്ഞ മത്സരത്തിൽ കോച്ച് ഉപയോഗിച്ച് ഫലം കണ്ടതുകൊണ്ട് തന്നെ നവോച്ച സിംഗും 2 സെന്റർ ബാക്കുകളായി മിലോസും ഹോർമിയും കളിച്ചേക്കും. പകരക്കാരുടെ റോളിലായിരിക്കും കോഫും പ്രീതം കോട്ടാലും എത്തുക. മിഡ്ഫീൽഡിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി ഫ്രെഡിയും ദാനിഷും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ലൂണയും, 2 വിങ്ങുകളിലുമായി നോഹും ഐമനും, മുന്നിലേക സ്ട്രൈക്കറായി പെപ്രയും ആദ്യ 11-ൽ എത്തിയേക്കും. എന്തായാലും ചരിത്രം കുറിക്കാൻ ബ്ലാസ്റ്റേഴ്സിനാകുമോ എന്ന് കണ്ടറിയണം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.